ചേച്ചി എന്തായിരുന്നു സംഭവം? എനിക്ക് അറിഞ്ഞൂടാ മോളെ, ഭക്ഷണം കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. നമുക്കൊന്നും അറിഞ്ഞൂടാ. ആരാ ഉള്ളിലുള്ളത്? ആരാ? ഇപ്പോൾ അവിടുത്തെ ഒരു ജീവനക്കാരന്റെ പ്രതികരണം വരുന്നു അതിലേക്ക്. അറിയത്തില്ല. ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് അല്പം ആശങ്കയുണ്ടെന്ന് തോന്നുന്നു. അവർക്ക് വിവരം ലഭിക്കാത്തതിന്റെ ഒരു പ്രശ്നം. ഒന്നാം നിലയിലാണോ ഇപ്പൊ കണ്ടത്? സർജിക്കൽ ഐസിയുല് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഓക്സിജൻ ലീക്കായാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് പറയുന്നത്. പുക വമിക്കുന്നു, തീ കണ്ടതായി എല്ലാവരും പറയുന്നില്ല. എന്നാൽ ഈ പുകപടലങ്ങൾ ഉയർന്നതോടെ തീപിടുത്തത്തിന്റെ ഒരു ഭീതിയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഫയർഫോഴ്സ് യൂണിറ്റുകളെ മറ്റും വിളിച്ചു വരുത്തിയത്. ഇപ്പോൾ ചില ആളുകൾ അകത്ത് കയറാൻ ശ്രമിക്കും. ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സജീവൻ അടക്കമുള്ള ആളുകൾ അകത്തേക്ക് പോയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സജീവൻ അടക്കമുള്ള ആളുകൾ അകത്തേക്ക് പോയി. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഉപകരണങ്ങളിൽ നിന്നാണ് പുക വമിക്കുന്നതായി കണ്ടതെന്നാണ് പറയുന്നത്. ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരുടെ പ്രാഥമികമായ നിഗമനം ഓക്സിജൻ ലീക്കായിട്ടുള്ള പുകവമനമാണെന്നാണ് അവർ പറയുന്നത്. എന്തായാലും വിശദമായ ഒരു അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും മെഡിക്കൽ കോളേജിൽ ഈ രാവിലെ രോഗികൾ ഏറെയുള്ള സമയത്താണ് ഈ തീപിടുത്തം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ രോഗികൾ വലിയ തോതിൽ പരിഭ്രാന്തരായി ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്നതാണ് നമുക്ക് ഈ സ്പെഷ്യാലിറ്റി ബ്ലോക്കിനടുത്ത് കാണാൻ കഴിയുന്നത്. വലിയ തോതിലുള്ള ആൾക്കൂട്ടം ഇവിടെയുണ്ട്. രോഗികളുടെ കൂട്ടിരിപ്പുകാരുണ്ട്, രോഗികളുണ്ട്. ഇവരെല്ലാം മാറ്റി സ്ഥിതിഗതികൾ ശാന്തമാക്കാനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥർ. ശ്രീജിത്ത്, ഈ ICU ഉപകരണങ്ങളടക്കം മാറ്റി മറ്റൊരിടത്തേക്ക് സജ്ജീകരിക്കുന്നതാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഇത് ഒന്നാം നിലയിലാണോ ഈ പുകയുയർന്നത്? മുമ്പ് 4ാം നിലയിലെ സർജിക്കൽ ICU എന്ന് ഒരാൾ പറയുന്നുണ്ടായിരുന്നു. ഇതിൽ ഏത് നിലയിലാണ് ഈ പ്രശ്നം ഉണ്ടായെന്ന് സ്ഥിരീകരിക്കാൻ പറ്റുന്നുണ്ടോ? ഗോകുൽ, സർജിക്കൽ ബ്ലോക്കിലെ 1ാം നിലയിലാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്നാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത്, ജീവനക്കാർ പറയുന്നത്. അവിടെ വൻതോതിൽ പുകയുയർന്നു. അത് തുടർന്ന് രോഗികൾ പരിഭ്രാന്തരായി. രോഗികളെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഒഴിപ്പിച്ചു. ആർക്കും അപകടമുള്ളതായി വിവരമില്ല. അവിടെയുള്ള എല്ലാ പേഷ്യന്റിനെ ഇവാക്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. 2 ICU, ട്രോമ ICUയും സർജിക്കൽ ICUയിലുള്ള പേഷ്യൻസിനെ മാറ്റി കഴിഞ്ഞു. സേഫറായിട്ട് എല്ലായിടത്തും വെന്റിലേറ്ററോട് കൂടി തന്നെ മാറ്റി കഴിഞ്ഞു. തീപിടുത്തം ഉണ്ടായ സർജിക്കൽ ICUയില്ല, ഒരു വെന്റിലേറ്ററിലാണ്. 1ാം നിലയിൽ ഒരു വെന്റിലേറ്ററിലാണ്. അത് പെട്ടെന്ന് തന്നെ ഓക്സിജൻ വഴി പടരാൻ സാധ്യതകളുണ്ട്. അപ്പൊ തന്നെ അത് ഓഫ് ചെയ്ത് വെന്റിലേറ്ററിലുള്ള ഫയറാണ്. അപ്പൊ അവിടെ പേഷ്യന്റിനൊക്കെ നമ്മൾ മാറ്റി ആ പേഷ്യന്റിനെ എല്ലാവരും സേഫായിട്ട് എത്തിച്ചു കഴിഞ്ഞു. വേറെ ICUയിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി 7ാം വാർഡ് 8ാം വാർഡും 100ഓളം ബെഡ് നമുക്ക് എല്ലാം ICU സജ്ജമാക്കാൻ പറ്റുന്ന വാർഡാണ്. അപ്പൊ അവിടത്തേക്കുള്ള അവിടെ സജ്ജീകരിക്കുകയാണ്. ബാക്കിയുള്ള ഫ്ലോറിലുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യണം എന്നുള്ളത് ഇലക്ട്രിക്കൽക്കാരായിട്ടും PWDക്കാരായിട്ടും ഇപ്പൊ മറ്റ് ഫ്ലോറുകളിലൊന്നും പ്രശ്നമില്ല. അവിടെ നിന്നും പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന പ്രോട്ടോകോളാണ്. ഇവിടെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. അവിടുത്തെ ഓപ്പറേഷൻ തൽക്കാലം കാർഡിയോതൊറാസിക് നിർത്തിവെച്ചിരിക്കുകയാണ്. കേട്ടോ, ഈ ബ്ലോക്കിൽ എല്ലാവരെയും മാറ്റിക്കൊണ്ടിരിക്കുക. ആ ഫ്ലോറിലുള്ള എല്ലാവരെയും മാറ്റിക്കഴിഞ്ഞു. ആർക്കും ആപത്തില്ല, പൊള്ളലോ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. രോഗികൾക്ക് ആർക്കും പ്രശ്നങ്ങളില്ല എന്ന ആശ്വാസകരമായ വിവരമാണ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. ഡോക്ടറാണോ എന്നറിയില്ല. ഏതായാലും മറ്റൊരിടത്തേക്ക് ICU സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ്. നമ്മൾ ഇന്ന് വീണ്ടും ഈ മാറ്റിയവരെ ഒന്നും കൂടി പരിശോധിച്ച ശേഷം എല്ലാവരും വിശദമായിട്ട് പരിശോധിച്ച ശേഷം നമ്മൾ പറയാം. ഇപ്പൊ അവിടെ എല്ലാവരും സേഫായിട്ട് മാറ്റി കഴിഞ്ഞു. ആർക്കും പൊള്ളലോ ഒന്നും ഏറ്റിട്ടില്ല. എല്ലാ HODമാരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എല്ലാ സീനിയർ ഡോക്ടർമാരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എല്ലാ ഫാക്കൽറ്റീസിനെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.